ഹരേ കൃഷ്ണ. മഹാഭാരതം കഥ പറഞ്ഞു തുടങ്ങാം. ഇനി ആസ്തീക പർവ്വമാണ് പറയാൻ പോകുന്നത്. സഭാപർവ്വതത്തിലെ തന്നെ 13ാമത്തെ പർവ്വമായിട്ടുള്ള ജരൽക്കാരു പിതൃസംവാദത്തെക്കുറിച്ചാണ് പറയുന്നത്. ശൗനക മഹർഷി ചോദിക്കുകയാണ്, ജനമേജയ രാജാവ് എന്തിനാണ് സർപ്പസത്രം കഴിച്ച് സർപ്പങ്ങളെ സംഘത്തോടെ നശിപ്പിച്ചത്? ഹേ സൂത, ഭവാൻ ഈ തത്വം വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. ആസ്തികൻ എന്ന ദ്വിജശ്രേഷ്ഠൻ കത്തുന്ന അഗ്നിയിൽ നിന്ന് സർപ്പങ്ങളെ രക്ഷിക്കുവാൻ എന്താണ് കാരണം? സർപ്പസത്രം ചെയ്ത ആ വീരനായ രാജാവ് ആരുടെ പുത്രനാണ്? ആ ആസ്തികൻ ആരുടെ പുത്രനാണ്? എല്ലാം പറഞ്ഞു കേൾക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സൂതൻ പറഞ്ഞു, മുനെ, ആസ്തികാഖ്യാനം എത്രയോ മഹത്തായിട്ടുള്ളതാണ്. അതെല്ലാം ഞാൻ വിസ്തരിച്ചു പറയാം. ഭവാൻ അത് കേട്ടാലും. ശൗനകൻ ചോദിച്ചു, ആസ്തികനായ പുരാണ മഹർഷി മുഖ്യൻ്റെ രസകരമായ കഥ വിസ്തരിച്ച് പറഞ്ഞു കേൾക്കുവാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. സൂതൻ പറഞ്ഞു, ഈ ഇതിഹാസം പുണ്യമായ പുരാണമാണ്. വ്യാസപ്രണീതമായ ഈ പുരാണത്തെ പണ്ട് നൈമിഷാരണ്യത്തിൽ വെച്ച് എൻ്റെ അച്ഛനായ ലോമഹർഷണൻ, അതായത് വ്യാസൻ്റെ ശിഷ്യൻ, വിപ്രമധ്യത്തിൽ വെച്ച് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് കേട്ട പ്രകാരം തന്നെ ഞാൻ നിങ്ങളോട് എല്ലാം ഉള്ളതുപോലെ വിസ്തരിച്ച് പറയാം. സർവ്വപാപവും ഈ ആസ്തിക ചരിതം കേട്ടാൽ തീരും. ആസ്തികമുനിയുടെ അച്ഛൻ ജരൽക്കാരു മുനിയായിരുന്നു. അദ്ദേഹം പ്രജാപതിക്ക് തുല്യനും പ്രഭുവും ബ്രഹ്മചാരിയും അനാഹാരനും അത്യുഗ്ര തപസ്വിയും ഊർധ്വരേതസ്സുമായിരുന്നു. അദ്ദേഹം തീർത്ഥസഞ്ചാരം ചെയ്ത് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അങ്ങുമിങ്ങും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഓരോ രാത്രി ഓരോയിടത്ത് താമസിച്ച് വായുഭക്ഷണം മാത്രമായി ദേഹം ശോഷിച്ച് ദീപ്താഗ്നി പോലെ സഞ്ചരിക്കുമ്പോൾ ഒരു മലയിടുക്കിൽ തല കീഴായി തൂങ്ങിക്കിടക്കുന്ന പിതൃക്കളെ കണ്ടു. ജരൽക്കാരു അവരോട് ചോദിച്ചു. ജരൽക്കാരു ചോദിക്കുകയാണ്, ഈ കുണ്ടിൽ തല കീഴായി കിടക്കുന്ന നിങ്ങൾ ആരാണ്? എലികൾ മടയുണ്ടാക്കി കുഴിച്ച് കടിച്ചു തിന്ന് കടപുഴങ്ങി അടിവിട്ട വിധമുള്ള പുൽക്കൊടി പറ്റിപ്പിടിച്ചിരിക്കുകയാണല്ലോ നിങ്ങൾ. പിതൃക്കൾ പറഞ്ഞു, യയാവരന്മാരെന്നു പറയപ്പെടുന്ന ഞങ്ങൾ ദൃഢവ്രതന്മാരായ താപസന്മാരാണ്. സന്താനനാശത്താൽ ഇങ്ങനെയുള്ള ഒരു അധപതനം ഏൽക്കുകയാണ്. ഭാഗ്യഹീനരായ ഞങ്ങൾക്ക് ജരൽക്കാരു എന്ന ഒരു സന്താനമേ ഉള്ളൂ. അവൻ തപസ്സിലുമാണ്. വിഡ്ഢിയായ അവൻ പുത്രനുണ്ടാകുവാൻ വേണ്ടി വിവാഹം കഴിക്കുന്നില്ല. അതുകൊണ്ട് വംശത്തിൽ സന്താനമില്ലാതായിരിക്കുന്നു. അക്കാരണത്താലാണ് ഞങ്ങൾ ഈ കുണ്ടിൽ തൂങ്ങിക്കിടക്കുന്നത്. നാഥനുണ്ടെങ്കിലും പാപികളായി അനാഥരായി ഞങ്ങൾ കഷ്ടപ്പെടുന്നു. ശോച്യരായ ഞങ്ങളെക്കൊണ്ട് ഹേ ബ്രാഹ്മണ, ഭവാൻ അനുശോചിക്കുന്നത് എന്തുകൊണ്ടാണ്? ജരൽക്കാരു എന്ന് പറയുന്നവൻ ഞാൻ തന്നെയാണ്. നിങ്ങൾക്കു വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ എന്നാണ് ജരൽക്കാരു പറയുന്നത്. പിതൃക്കൾ പറഞ്ഞു, നമുക്ക് കുലസിദ്ധിയുണ്ടാകുവാൻ നീ ഉദ്യമിക്കുക കുട്ടി. ധർമ്മഫലം കൊണ്ടും തപസമ്പത്ത് കൊണ്ടും മക്കളുള്ളവർക്ക് കിട്ടുന്ന മുഖ്യമായ ഗതി കിട്ടുന്നതല്ല. അതുകൊണ്ട് മക്കൾ ഉണ്ടാകുവാൻ വേണ്ടി നീ വേളി കഴിക്കുക. അതാണ് നമുക്ക് ഏറ്റവും ഹിതമായിട്ടുള്ളത്. ഹരേ കൃഷ്ണ.